2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും ത്രില്ലിംഗ് ആയ 2 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും നോർവേയും തമ്മിലാണ് പോയിന്നിറങ്ങുന്നത്. 2 യൂറോപ്യൻ ശക്തികളാകുമ്പോൾ മത്സരത്തിന് ലേശം ആവേശം കൂടുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പുലർച്ചെ നടക്കുന്ന 2ാം മത്സരത്തിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ് പോയിന്നിറങ്ങുന്നത്. എന്തായാലും നമുക്ക് ആദ്യ മത്സരത്തെ കുറിച്ച് പറയാം. ശക്തരായ ലോകകപ്പിന്റെ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ സ്വന്തം തട്ടകത്തിൽ പോയി 10 പേരായി ചുരുങ്ങിയിട്ടും മെക്സിക്കോയെ തോൽപ്പിച്ച ആവേശത്തിലാണ് ഇംഗ്ലണ്ട് ഉള്ളത്. എന്തായാലും ജൂഡ് ബെല്ലിംഗാം, ഹാരി കെയ്ൻ തുടങ്ങിയ താരങ്ങൾ മികച്ച ഫോമിലാണെന്നുള്ളത് ഇംഗ്ലണ്ടിന് തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്നു. എനിക്ക് തോന്നുന്നു ഈ വേൾഡ് കപ്പിൽ അവർ നല്ല മറ്റുള്ള ടീമുകളെക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീം കൂടാണ് ഇംഗ്ലണ്ട്. പിന്നെ നോർവേയുടെ കാര്യം പറഞ്ഞാൽ ശക്തരായ ബ്രസീലിനെ, കിരീടമോഹമായി എത്തിയ ബ്രസീലിനെ നാട്ടിലേക്ക് മടക്ക ടിക്കറ്റ് നൽകിയാണ് നോർവേ എത്തുന്നത്. നോർവേയുടെ സ്റ്റാർ സ്ട്രൈക്കർ എർലിംഗ് ഹാളണ്ടിനെ എങ്ങനെ പൂട്ടാമെന്ന തന്ത്രവുമായിട്ടായിരിക്കും ഇംഗ്ലണ്ട് കളത്തിലെത്തുക. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇംഗ്ലണ്ട് പരിശീലകൻ തോമസ് ടുഷേൽ ഹാളണ്ടിനെ പൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതലായി പഠിച്ചിട്ടുണ്ട്, അക്കാര്യം ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് കാണാമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ 2ാം മത്സരത്തിൽ അർജന്റീനയും ശക്തരായ സ്വിറ്റ്സർലൻഡും തമ്മിലാണ് മത്സരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ച് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചായിരുന്നു സ്വിറ്റ്സർലൻഡ് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ സ്വിറ്റ്സർലൻഡ് കളിച്ച കളികളൊക്കെ നല്ല രീതിയിൽ കളിച്ച നല്ലൊരു പെർഫെക്റ്റ് ഫുട്ബോൾ കളിച്ചാണ് അവർ കൊളംബിയയെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത്. മറുവശത്ത് ശക്തരായ അർജന്റീനയുണ്ട്, ലയണൽ മെസ്സി ഉൾപ്പെടുന്ന സംഘമുണ്ട്. ജൂലിയൻ അൽവാരസ്, ലൗതാരോ മാർട്ടിനസ് തുടങ്ങി ഒരുപാട് താരങ്ങൾ ഉൾപ്പെടുന്ന അർജന്റീനയാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ സ്വിറ്റ്സർലൻഡിന് അർജന്റീനയ്ക്ക് മേൽ മേധാവിത്വം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. എന്നാൽ അർജന്റീനയും മറിച്ചല്ല. കാരണം കഴിഞ്ഞ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ത്രില്ലിംഗ് ഒരു നാടകീയമായ മത്സരത്തിന് ശേഷം ഈജിപ്തിനെ തോൽപ്പിച്ചെത്തുന്ന അർജന്റീനക്ക് ആത്മവിശ്വാസം ആവോളം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം 3-2 എന്ന സ്കോറിന് ജയിച്ചായിരുന്നു അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഉറപ്പിച്ചത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ വെല്ലുവിളി മറികടക്കാൻ അവർക്ക് കഴിയുമെന്ന പ്രത്യാശയിൽ തന്നെയാണ് ലയണൽ മെസ്സിയും സംഘവും. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ ലയണൽ സ്കലോനി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിലവിൽ അവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിന്റെ ഡിഫൻസിങ് വാള് ഏതൊക്കെ രീതിയിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഞങ്ങളുടെ ടീം ഡീറ്റെയിൽ ആയി ഗവേഷണം നടത്തി. അക്കാര്യത്തിൽ പല രീതികളും ഞങ്ങൾ ടീം ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെ തോൽപ്പിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും വാർത്താ സമ്മേളനത്തിൽ ലയണൽ സ്കലോനി പങ്കുവച്ചു. എന്തായാലും വേൾഡ് കപ്പിലെ 2 പ്രധാനപ്പെട്ട ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് നടക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.